ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കർത്താവ് വിശ്വസ്തയോടെ ഈ ശുശ്രൂഷ കരം പിടിച്ച് നയിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മഹാകാരുണ്യത്തെ ഓർത്ത് വാഴ്ത്തുകയാണ്. വലിയ ആനന്ദത്തോടെ നിങ്ങളേവരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. അവിടുന്ന് എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്നൊരുക്കി, എൻ്റെ ശിരസ് തൈലം കൊണ്ട് പൂശി. സങ്കീർത്തകനായ ദാവീദിന്റെ ഏറ്റുപറച്ചിലാണ് ഈ വചനം. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ കർത്താവ് എനിക്ക് വിരുന്നൊരുക്കി. ഇത് കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. നമ്മുടെ ജീവിതങ്ങളിലെല്ലാം എത്രയോ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞു കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ പരിപാലന. ദുർഘട നിമിഷങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ, നമ്മുടെ വൈരികളുടെ മുൻപിൽ നമ്മുടെ തല കുനിയാതെ അഭിമാനത്തോടെ നമ്മുടെ തല ഉയർത്തി എത്രയോ എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മളെ പരിപാലിച്ചില്ലേ? നമ്മുടെ അനുഭവമാണിത്. എൻ്റെ ശിരസ് തൈലം കൊണ്ട് പൂശി, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവ് ഒരു പുതിയ അനോയിന്റിങ് നമ്മളിലേക്ക് തരികയാണ്. 2022 അവസാന നാളുകളിലാണ് നമ്മൾ. ക്രിസ്മസ് വളരെ ഭംഗിയായി ആഘോഷിക്കുവാൻ സ്വർഗം നമ്മോട് കരുണ കാണിച്ചു. ഈ വർഷത്തിന്റെ സമാപന ദിനങ്ങളിൽ കർത്താവ് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളും നന്മകളുമുണ്ട്. നമുക്കിതിനെല്ലാം ഓർത്ത് നന്ദി പറയാം. 2023 ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നമ്മൾ ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ മുന്നണി പോരാളികളായി മാറ്റപ്പെടുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ശിരസ്സുകളെ, നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ, സഭാ സമൂഹങ്ങളെ ഒരു പുതിയ അഭിഷേക തൈലത്താൽ സ്വർഗം പൂശുന്ന, അണിയിക്കുന്ന സമയമാണ്. കർത്താവേ, ഫ്രഷ് ഓയിൽ ഞങ്ങളെ മേൽ ഒഴിക്കണമേ. ഒരു ന്യൂ അനോയിന്റിങ് ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ കോർത്ത് പിടിച്ച് യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ നന്ദി പറയാണ്. ഈ 2022 കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത്, കർത്താവിന്റെ അത്ഭുതകരമായ സംരക്ഷണത്തെ ഓർത്ത്, ഇന്നോളം കാണിച്ച കാരുണ്യത്തെ ഓർത്ത്, വിശ്വസ്തതയോർത്ത്, യെസ്, നന്ദിയോടെ നന്ദിയോടെ കരങ്ങൾ കോർത്ത് പിടിച്ച് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നോടെ നന്മകൾക്കായി, വാക്കുകൾ പോരാ നാഥ, ചൊല്ലാൻ ശക്തിയുമില്ല എനിക്ക്. ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നോടെ നന്മകൾക്കായി, വാക്കുകൾ പോരാ നാഥ, ചൊല്ലാൻ ശക്തിയുമില്ല എനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി യേശുവേ നന്ദി. എല്ലാറ്റിനും ചൊല്ലുന്നു നന്ദി കർത്താവേ, നടത്തിയ വഴികൾക്കായി നന്ദി. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി യേശുവേ നന്ദി. വഴികളെ ഓർത്ത്, പരിപാലനെ ഓർത്ത്, കരുതലിനെ ഓർത്ത് നന്ദി യേശുവേ നന്ദി. നന്ദി, നന്ദി യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹൃദയം തുറന്ന് പറഞ്ഞേ, നന്ദി യേശുവേ നന്ദി, നന്ദി, നന്ദി യേശുവേ നന്ദി, നന്ദി, നന്ദി യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവിന്റെ വർഷം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മ തീയിറങ്ങട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ നിറയട്ടെ. 2023 പുതിയ അഭിഷേകം, ഫ്രഷ് അനോയിന്റിങ് 10,000ങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പകരുക, പകരുക. 2023 അനോയിന്റിങ്, ഇന്നിന്റെ അഭിഷേകം
ഈ ദിനത്തിന്റെ അഭിഷേകം, ഈ വർഷത്തിന്റെ അഭിഷേകം. യെസ് ലോർഡ്, പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ പകരുക, പകരുക. ലോർഡ് റിലീസ്, റിലീസ് ലോർഡ്. ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഏറ്റെടുക്കുന്നു. പകരപ്പെടുന്ന അഭിഷേകം റിസീവ് ചെയ്യുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് അഭിഷേകം നിറവോടെ പാടി പ്രാർത്ഥിച്ച് കർത്താവേ, ഒരു പുതിയ അഭിഷേകം, പുതിയ ദർശനം, പുതിയ ബോധ്യങ്ങൾ, പുതിയ വെളിപാടുകൾ ഞങ്ങൾക്ക് നൽകണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കാലഘട്ടത്തിന്റെ അഭിഷേകം, ഇന്നിന്റെ അഭിഷേകം പകരണമേ. ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, പകരുക, പകരുക. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ കരങ്ങൾ ഉയർത്തിയടിച്ച് മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരുമിച്ച് പാടിക്കേ. പുതിയൊരു അഭിഷേകം, ഫ്രഷ് അനോയിന്റിംഗ്, ഫ്രഷ് അനോയിന്റിംഗ്. 2023 ഒരു പുതിയ അഭിഷേകം ഏറ്റെടുത്ത് പുതിയ കൃപ പ്രാപിച്ച് കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഉജ്ജ്വലിക്കുവാൻ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഓ ഹോളി സ്പിരിറ്റ്, റുഹായേ, റുഹായേ, ദൈവത്തിന്റെ തീയേ, റുഹായുടെ കാറ്റ് വീശുക, വീശുക. ഊഷിക്കല ബുറൂഷിയ ലീബാബ, പവർ, പവർ, പവർ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി സ്വർഗം നൽകുന്ന ഈ ഫ്രഷ് അനോയിന്റിംഗ്, പുതിയ അഭിഷേകം, പുതിയ തൈലം ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് വിളിക്കുന്നു. പരിശുദ്ധ റുഹായേ, ദൈവത്തിന്റെ ആത്മാവേ, റുഹായേ, റുഹായേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ ലോർഡ്, അനോയിന്റ് us, അനോയിന്റ് us. 2023 ഒരു പുതിയ അഭിഷേകം ഏറ്റെടുത്ത് കർത്താവിനും സഭയ്ക്കും വേണ്ടി ഉജ്ജ്വലിക്കുവാൻ കൃപ തരണമേ ലോർഡ്. റിലീസ്, ശക്തി പകരുക, സാന്നിധ്യം പകരുക, അഭിഷേകം പകരുക, അതിസ്വാഭാവിക കൃപകൾ പകരുക കർത്താവേ, പകരുക കർത്താവേ, പകരുക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. റിലീസ്. ഓ ജീസസ്, ജീസസ്. കർത്താവിന്റെ റൂഹായേ, ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ കുടുംബങ്ങളെ പുതിയ അഭിഷേകം ഒഴിക്കണമേ. ഞങ്ങൾ സമർപ്പിത സമൂഹങ്ങളെ ഫ്രഷ് അനോയിന്റിൽ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു പുതിയ അഭിഷേകത്തിനായി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ റൂഹായേ, റൂഹായേ, ദൈവത്തിന്റെ റൂഹായേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധമേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയേ, ഈ പുതുവർഷത്തോട് ബന്ധപ്പെട്ട് ഫ്രഷ് അനോയിന്റിംഗ്, സ്വർഗത്തിന്റെ നവമായ അഭിഷേകം, ഇന്നിന്റെ അനോയിന്റിംഗ് ഏറ്റെടുത്ത് കർത്താവിനും സഭയ്ക്കും വേണ്ടി ഉജ്ജ്വലിക്കുക. അമ്മ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ
ആത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. 2022 അവസാന നാളുകളിലാണ് നമ്മൾ. കർത്താവിനോട് നമുക്ക് കൂടുതൽ വിശ്വസ്തതയുള്ളവരാകാം. 2023 പുതിയ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനും സഭയ്ക്കും വേണ്ടി ഉജ്ജ്വലിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. സ്വർഗം നവമായ അഭിഷേകം നമ്മിലേക്ക് പകരുന്ന കൃപയുടെ സമയമാണിത്. ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ, ഈ പുതിയ അഭിഷേകത്തിനായി ആരെല്ലാം വിശക്കുന്നുവോ, അവരിലേക്കെല്ലാം കർത്താവ് തൻ്റെ ആത്മാവിനെ വർഷിക്കുകയാണ്. കാലഘട്ടത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഇന്നിൻ്റെ ശുശ്രൂഷകൾക്കായി 10,000 കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ ഉണർത്തുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, പുതിയ ദർശനവും അഭിഷേകവും പ്രാപിക്കുക. പുതിയ ദർശനവും അഭിഷേകവും പ്രാപിക്കുക. നിങ്ങൾക്കേവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. എന്താണ് ഈ സന്ദേശത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്? കാലഘട്ടത്തിന് ആവശ്യമായ ദർശനങ്ങളും അഭിഷേകവും നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ആത്മീയ ജീവിതം അപ്ഡേറ്റഡ് ആവുകയുള്ളൂ. ഈ ലോകം വളരെ ഫാസ്റ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വേഗതയിൽ കർത്താവിനും സഭയ്ക്കും വേണ്ടി മുന്നേറുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വി ആർ ചോസൺ. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. 2023 നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ റൂഹായിക്ക് നമ്മോട് പറയുവാനുള്ള സ്വർഗത്തിൻ്റെ പ്രവചനം എന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31-ാം തിരുവചനം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. ഈ വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? വിശ്വാസികൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു ഫ്രഷ് അനോയിന്റിങ്ങിന് വേണ്ടി, ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി. പെന്തക്കുസ്ത ദിനത്തിൽ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഫയർ, തീ അഭിഷേകം, തീ സാന്നിധ്യം സ്വന്തമാക്കിയവരാണ് ഈ ശിഷ്യ സമൂഹം. എന്നാൽ വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ് ഒരു പുതിയ അനോയിന്റിങ്ങിന് വേണ്ടി, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി, പുതുബലത്തിന് വേണ്ടി. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി ചങ്ക് പൊട്ടി അവർ നിലവിളിച്ച, കർത്താവേ, ഒരു പുതിയ പകർച്ച ഞങ്ങൾക്ക് നൽകണമേ. അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം നൽകിയ മറുപടിയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:31. അവർ സമ്മേളിച്ച സ്ഥലം കുലുങ്ങി. കർത്താവിൻ്റെ അഭിഷേകം അവിടെ ഇറങ്ങി വന്നു. അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ അവർ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ടെന്നുള്ള സ്ഥിരീകരണം തൻ്റെ ജനത്തിന് സ്വർഗം നൽകുകയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ഒരു ഫ്രഷ് അനോയിന്റിംഗ്, ഒരു പുതിയ അഭിഷേകം അവരുടെ മേൽ പകരപ്പെടുകയാണ്. അവർ ബോൾഡായി, അവരുടെ ഭയം മാറി, നിരാശ മാറി, തളർച്ച മാറി, വിഷാദം മാറി, ദുഃഖം മാറി. വളരെ എനർജറ്റിക്കായി ധൈര്യപൂർവം ധീരതയോടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാപിക്കേണ്ട അഭിഷേകമാണിത്. ദിനംതോറും കർത്താവിൻ്റെ ആത്മാവിനാൽ കർത്താവ് പകരുന്ന അഭിഷേകത്തിൽ നമ്മൾ വർദ്ധിക്കുമ്പോഴാണ്, പെരുകുമ്പോഴാണ് നമ്മുടെ ജീവിതം കർത്താവിനും സഭയ്ക്കും പ്രയോജനമുള്ളതായി തീരുന്നത്. നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും ജീവിച്ച് കഴിക്കാനുള്ളതാണോ? ഈ ജീവിതം മാക്സിമം നമ്മുടെ കർത്താവിന് പ്രോഫിറ്റബിൾ ആകണം. അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ ദിനംതോറും വളരണം. നിങ്ങൾ ഈ വചനത്തിലോട്ട് നോക്ക്. അവർ പരിശുദ്ധാത്മ അനുഭവം പ്രാപിച്ചവരായിരുന്നു. എന്നാൽ വീണ്ടും 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 അവർ ഈ അഭിഷേകം ഏറ്റെടുക്കുകയാണ്.
ഈ പകർച്ച കർത്താവിൽ നിന്ന് സ്വീകരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, വളരെ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. നമ്മുടെ വിശ്വാസം ജീവിക്കുവാൻ വളരെ പ്രതികൂലങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ സമയത്ത് നമ്മുടെ മാനുഷിക കഴിവുകൾ കൊണ്ടും പരിചയങ്ങൾ കൊണ്ടും നമുക്ക് ദൈവകൃപയിൽ ജീവിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. അതിന് ഇന്നിന്റെ അഭിഷേകം നമ്മൾ പ്രാപിച്ചേ മതിയാകൂ. ഈ 2023 കർത്താവിനും സഭയ്ക്കും കൂടുതൽ കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാകണം. ഈശോയെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് കർത്താവിന് മാക്സിമം പ്രയോജനമുണ്ടാകണം, ഫലങ്ങൾ ഉണ്ടാകണം. അതിനായി നമ്മൾ ഈ ഒരു അഭിഷേകം ഏറ്റെടുക്കണം സഹോദരങ്ങളെ. കർത്താവിൻ്റെ ആത്മ വ്യക്തമായി എന്നോട് പറഞ്ഞു, 2023 വലിയ പ്രതിസന്ധികളുടെ കാറ്റ് ലോകത്തിലടിക്കും, സഭയിലടിക്കും. എന്നാൽ ഇതിൻ്റെ നടുവിൽ കൃപയോടെ, ധൈര്യത്തോടെ, ആത്മശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ധാരാളം ആത്മാക്കളെ തൻ്റെ സഭയിൽ കർത്താവ് ഉണർത്തുന്ന കൃപയുടെ വർഷമാണ് 2023. ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ പദ്ധതികളോട് സഹകരിക്കുന്നുവോ അവരിലേക്കെല്ലാം കർത്താവ് ഈ അഭിഷേകം തുറന്നു വിടും. ഓ ജീസസ്, സ്തുതിക്കുന്നു. അവരിലേക്കെല്ലാം ഈ പകർച്ച കർത്താവ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങളിന്ന് വൈകാരികമായി ഒന്ന് ഉണർത്താൻ വേണ്ടി പറയുന്നതല്ല ഇത് കർത്താവിൻ്റെ മനസ്സാണ്. ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. 2023 ഈ കാലഘട്ടത്തിൻ്റെ അതിസ്വാഭാവിക കൃപകൾ പകർന്നുകൊണ്ട് തൻ്റെ സഭയിൽ നിന്ന് വളരെയും ശക്തമായി കർത്താവ് ഉണർത്തുകയാണ്. എന്തിനു വേണ്ടി? തൻ്റെ സഭയുടെ റിസ്റ്റോറേഷന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, അസംഖ്യം ആത്മാക്കളെ നിത്യമായ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി സമർപ്പണമുള്ള, വിശ്വസ്തതയുള്ള, ഡിവോട്ടഡായ ആത്മാക്കളെ കർത്താവ് ഉണർത്തുന്ന വർഷമാണ് 2023. ആ ഒരു കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുവാൻ തീവ്രതയോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു പുതിയ ദർശനം നമുക്ക് ആവശ്യമാണ്. ദർശനമില്ലാത്തിടത്ത് ജനം നശിക്കും. Where there is no vision, the people perish. ഒരു പ്രൊഫറ്റിക് വിഷൻ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രവാചക ദർശനം ദൈവജനത്തിനുണ്ടാകണം, കർത്താവിൻ്റെ ശുശ്രൂഷകർക്കുണ്ടാകണം. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും ഈ പ്രവാചക ദർശനം ഉണ്ടാകണം. എന്താണ് പ്രൊഫറ്റിക് വിഷൻ? അത് കർത്താവിൻ്റെ മനസ്സ് കാണുവാനുള്ള കൃപയാണ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള ജ്ഞാനമാണ് പ്രവാചക ദർശനം. എബ്രായ പുസ്തകം 8:5 ദൈവമായ കർത്താവ് മോശ പ്രവാചകനോട് പറഞ്ഞു, മോശ, ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിൽ നീ സമാഗമ കൂടാരം പണിയണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിൽ, ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചേ, ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിൽ, അല്ല നിന്റെ ഇഷ്ടമനുസരിച്ചല്ല, നിന്റെ അനുഭവം അനുസരിച്ചല്ല, നിന്റെ പരിചയ സമ്പത്ത് അനുസരിച്ചല്ല, ഞാൻ പറയുന്ന ഡിസൈൻ, ഞാൻ കാണിക്കുന്ന പാറ്റേൺ അനുസരിച്ച് നീ എനിക്കായി കൂടാരം നിർമ്മിക്കണം. കർത്താവ് കാണിച്ചു തരുന്നൊരു പാറ്റേൺ ഉണ്ട്. യെസ്, അതാണ് പ്രവാചക ദർശനം. നമുക്ക് ദർശനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച്, ഈ കാലഘട്ടത്തിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷകളെക്കുറിച്ച്, മിനിസ്ട്രികളെക്കുറിച്ച്, കർത്താവ് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന മീഡിയാസിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ സഭാ സമൂഹങ്ങളെക്കുറിച്ചെല്ലാം ഈ കാലത്തെ ആവശ്യമായ വിധത്തിലുള്ള പുതിയ പുതിയ ദർശനങ്ങൾ കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ കാണിച്ചു തരുന്ന. കർത്താവ് കാണിച്ചു തരും. നമ്മൾ പോകേണ്ട വഴി കർത്താവ് കാണിച്ചു തരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ കർത്താവ് പറഞ്ഞു തരും. നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? അതിനുവേണ്ടി ദൈവം എന്താ ചെയ്തത്? പുറപ്പാട് പുസ്തകം 24:12 കർത്താവ് വിളിച്ചു, മോസസ്, നീ മലമുകളിലേക്ക് കയറി വരിക, നീ എൻ്റെ സന്നിധിയിൽ കാത്തു നിൽക്കുക. ഞാൻ നിന്നോട് സംസാരിക്കാൻ പോവുക, ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോവുക. അതിൻ്റെ പാറ്റേൺ, ആ സമാഗമ കൂടാരം എങ്ങനെ നിർമ്മിക്കണം ഞാൻ കാണിച്ചു തരാൻ പോവുക.
എൻ്റെ സഹോദരങ്ങളെ, ഈ പുതിയ ദർശനങ്ങൾ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മിനിസ്ട്രികൾക്ക് വേണ്ടി നാം കർത്താവിൽ നിന്ന് ദിനംതോറും പ്രാപിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കാത്തു നിൽക്കണം. അവൻ്റെ ശബ്ദം കേൾക്കുവാൻ, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അവൻ്റെ ആലോചനകൾ ഏറ്റെടുക്കുവാൻ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ സമയം ചെലവഴിക്കണം. കർത്താവുമായി നമ്മൾ കൂട്ടായ്മ ആചരിക്കണം. ഈ 2023 വളരെ പവർഫുള്ളായ ശക്തിയുടെ കൃപയുടെ ദിനങ്ങളാക്കി നമ്മൾ മാറ്റണം. പ്രിയപ്പെട്ടവരെ, ഇനി പാഴാക്കി കളയാൻ സമയമില്ല. വെറുതെ സമയം കളയാൻ നമുക്ക് നേരമില്ല. ദിസ് ഈസ് എ ടൈം ഫോർ ദി ഇവാഞ്ചലൈസേഷൻ. ഇത് സുവിശേഷവൽക്കരണത്തിന്റെ, ഇത് പ്രാർത്ഥനയുടെ, ഇത് പുതിയ ദർശനങ്ങൾ, പുതിയ അഭിഷേകങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട സമയമാണ്. സമയം ആരും നഷ്ടപ്പെടുത്തരുത്. ഈ പുതിയ ദർശനങ്ങൾ കർത്താവിൽ നിന്ന് ഏറ്റെടുക്കുക. അതിനുവേണ്ടി സമയം കൊടുക്കണം. നമ്മുടെ തിരക്ക് കുറച്ചൊക്കെ, നമ്മൾ എങ്ങോട്ടേ തിരക്ക് പിടിച്ച് ഓടുന്നത്, നമ്മൾ എങ്ങോട്ടേ ഓടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവിനെ കേൾക്കുവാനും കാണുവാനും കർത്താവിൻ്റെ ആലോചനകൾ ഏറ്റെടുക്കുവാനും സമയമില്ലാതെ നമ്മൾ എങ്ങോട്ടേ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഈ തിരക്ക് പിടിച്ച് നമ്മുടെ ഓട്ടമല്ലേ നമ്മുടെ നാശത്തിനും തളർച്ചയ്ക്കുമുള്ള ഒരു പ്രധാന കാരണം. നമ്മൾ കർത്താവിൻ്റെ മനസ്സറിയണം, വെയിറ്റ് ചെയ്യണം. കർത്താവെ സംസാരിക്കണമേ, പുതിയ ദർശനങ്ങൾ തരണമേ, പുതിയ ബോധ്യങ്ങൾ തരണമേ, ഈ കാലത്തിന് ആവശ്യമായ വെളിപാടുകൾ നൽകണമേ. നമ്മൾ കർത്താവിന് മുമ്പിൽ വെയിറ്റ് ചെയ്യണം. രണ്ടാമത് പുതിയ അഭിഷേകം. 92-ാം സങ്കീർത്തനം 10-ാം വചനത്തിൽ പറയുന്നു, കർത്താവിൻ്റെ മേൽ പുതിയ തൈലം. ശ്രദ്ധിച്ചേ നിങ്ങൾ ആ വചനം, പുതിയ തൈലം, ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിങ്, പുതിയ തൈലം എൻ്റെ മേൽ ഒഴിച്ചു. ഹല്ലേലൂയ! ഈ ഒരു ഫ്രഷ് ഓയിൽ നമ്മുടെ മേൽ കർത്താവ് ഒഴിക്കുന്ന സമയമാണത്. ആരെല്ലാം അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, ആരെല്ലാം ഈ പുതിയ തൈലത്തിന് വേണ്ടി വിശപ്പുണ്ട്, അവരുടെ മേൽ അപ്രകാരമുള്ള കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, മിനിസ്ട്രികളിൽ, തൻ്റെ ശുശ്രൂഷകരിൽ, തൻ്റെ നേതൃത്വത്തിൽ ഈ ഫ്രഷ് ഓയിൽ കർത്താവ് ഒഴിക്കുന്ന സമയമാണ് 2023. അടുത്തൊരു ഫേസിലേക്ക് ചില കാര്യങ്ങൾ കർത്താവ് മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോ? അടുത്തൊരു നെക്സ്റ്റ് ലെവൽ അനോയിന്റിങ്ങിലേക്ക് ഇപ്രകാരം വിശക്കുന്നവരെ കർത്താവ് ലിഫ്റ്റ് ചെയ്യുന്ന, ഉയർത്തുന്ന കൃപയുടെ സമയങ്ങളാണിത്. പുതിയ തൈലം, പുതിയ ഓയിൽ, പുതിയ കൃപ, കാലഘട്ടത്തിന് ആവശ്യമായ അതിസ്വാഭാവിക അതിസ്വാഭാവിക ആയുധങ്ങൾ സ്വർഗം നമ്മൾ അണിയിപ്പിക്കുന്ന ദിനങ്ങൾ. ഹല്ലേലൂയ! എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ ഈ പദ്ധതികൾ നമ്മൾ തിരിച്ചറിയാം. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം. അപ്പോസ്തല പ്രവർത്തനം 18 പറയുന്നു, അപ്പോൾ എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിൻ്റെ പകർച്ച ഞാൻ നൽകും, അവർ പ്രവചിക്കും. ഇതാ നമുക്ക് ആവശ്യം. 2023 ദൈവത്തിനു വേണ്ടി സംസാരിക്കുവാൻ, ഈ കർത്താവിൻ്റെ ശബ്ദം സഭയിൽ മുഴങ്ങണം. കർത്താവിൻ്റെ പ്രവചന ദൂതുകൾ ലോകത്തിൽ ശക്തിയോടെ വെളിപ്പെടണം. അതിനുവേണ്ടി വില കൊടുക്കുവാൻ, അതിനുവേണ്ടി ത്യാഗമെടുക്കുവാൻ, അതിനുവേണ്ടി കർത്താവിൻ്റെ പദ്ധതികളോട് സഹകരിക്കുവാൻ, അതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ തീരുമാനമുള്ള, സമർപ്പണമുള്ളവരെ സഭയിൽ എഴുന്നേൽക്കണം. സഹോദരങ്ങളെ, ഇത് വെറുതെ വിളിച്ചു പറയല്ല, ആവേശം കൊണ്ട് പറയല്ല, ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? മനസ്സിലാകുന്നുണ്ടോ? യെസ്, കർത്താവിനോട് പറയാം, വി ആർ റെഡി ലോർഡ്. ഈ പുതിയ അഭിഷേകം, ഈ പുതിയ ദർശനങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് കർത്താവേ. അവർ പ്രവചിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം സഭയിൽ മുഴങ്ങുമ്പോൾ സഭ ശക്തിപ്പെടും, സഭ പ്രബലപ്പെടും, സഭ ധീരതയുള്ളവളാകും. സഭയ്ക്ക് മുൻപിലുള്ള പ്രതിസന്ധിയുടെ കോട്ടകളെല്ലാം തകർന്നു വീഴും. ദൈവത്തിന്റെ ഉറുഹായുടെ കാറ്റ് സഭയിൽ ആഞ്ഞടിക്കുമ്പോൾ സഭ അഭിഷേകത്തിൽ ജ്വലിക്കാൻ തുടങ്ങും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ പുതിയ തൈലം കർത്താവ് ഒഴിക്കുകയാണ്. നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, തൊഴിൽ മണ്ഡലങ്ങളിലേക്ക്, ശുശ്രൂഷ മേഖലകളിലേക്ക്, നമ്മുടെ മിനിസ്ട്രികളിലേക്കെല്ലാം ഈ ഫ്രഷ് ഓയിൽ, പുതിയ തൈലം, പുതിയ അഭിഷേകം കർത്താവ് ഒഴിക്കുന്ന സമയമാണ്. ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാനും, വില കൊടുക്കുവാനും, ത്യാഗമെടുക്കുവാനും, അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കുവാനും, കമ്മിറ്റഡ് ആകുവാനും, സമർപ്പണമുള്ളവരാകാനും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. 2023 നമുക്കിനി പാഴാക്കി കളയാൻ അധികം നേരമില്ല പ്രിയപ്പെട്ടവരെ. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്.
സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ പദ്ധതികളോട് സഹകരിച്ച് നമുക്ക് അവിടുത്തെ മുൻപിൽ സറണ്ടർ ആകാം. വി ആർ റെഡി ലോർഡ്, ഞങ്ങൾ തയ്യാറാണ് കർത്താവെ. അങ്ങ് പകരുന്ന ഈ പുതിയ അഭിഷേകം, ഈ പുതിയ ദർശനങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾ റെഡിയാണ് കർത്താവെ. സറണ്ടർ ആവുക. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും, ബാക്കി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചോളും. നമുക്ക് സമർപ്പണമുണ്ടായാൽ മതി, തീരുമാനമുണ്ടായാൽ മതി, ആഗ്രഹമുണ്ടായാൽ മതി. ബാക്കി എല്ലാം കർത്താവാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ